തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിക്ക് മറുപടിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. തെലങ്കാനയിൽ നിന്ന് കേരളത്തിന് ഒന്നും പഠിക്കാനില്ല. ജനക്ഷേമ മാതൃകകളെക്കുറിച്ച് പഠിക്കാൻ തെലങ്കാന മുഖ്യമന്ത്രിയെ സ്വാഗതം ചെയ്യുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പാവപ്പെട്ടവന്റെ കിടപ്പാടങ്ങൾക്ക് മീതെ ബുൾഡോസർ കയറ്റിയിറക്കുന്നത് മറച്ചുവെച്ചാണ് കേരളത്തെ പഠിപ്പിക്കാൻ തയ്യാറാകുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിമർശിച്ചു. ഉമേഷ് ബാലകൃഷ്ണനുണ്ട്. ഉമേഷ്, ഒരു രാഹുൽ ഗാന്ധി പോയതിന് പിന്നാലെയാണ് രേവന്ത് റെഡ്ഡി എത്തുന്നത്. രേവന്ത് റെഡ്ഡി തുടങ്ങിയത് തന്നെ നീ പോ മോനെ വിജയ എന്നുള്ളൊരു മാസ് ഡയലോഗുമായിരുന്നു. അതിനുശേഷം തെലങ്കാനയിലെ പദ്ധതികൾ നോക്കൂ, അവിടെ വന്ന് മുഖ്യമന്ത്രിക്ക് നേരിട്ട് ബോധ്യപ്പെടാം തുടങ്ങിയടക്കമുള്ള വെല്ലുവിളികളാണ് ഉയർത്തിയത്. അപ്പോൾ അതിന് മറുപടി നൽകുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തീർച്ചയായും ദിൽനാഥ്, അനിൽ, കൃത്യമായ കണക്കുകൾ സഹിതമാണ് ഈ ഒരു മറുപടി. രാഷ്ട്രീയ വിമർശനങ്ങൾക്ക് രാഷ്ട്രീയമായി തന്നെ ഈ പോസ്റ്റിൽ മറുപടി പറയുന്നു. കാരണം രേവന്ത് റെഡ്ഡിയെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാണ്, കാര്യമായി തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. സ്വന്തം നാട്ടിൽ പാവപ്പെട്ടവരുടെ കിടപ്പാടങ്ങൾക്ക് മേലെ ബുൾഡോസർ കയറ്റി ഇറക്കുന്നവരാണ് സൗകര്യപൂർവ്വം അത് മറച്ചുവെച്ച് ഇവിടെ പ്രസ്താവന നടത്തുന്നത്. അഴിമതിയും ഭരണപരാജയവും ഉണ്ട് എന്നാണ് തെലങ്കാന മുഖ്യമന്ത്രിയുടെ വിമർശനം. എന്നാൽ അങ്ങനെയല്ല. കണക്കുകൾ പരിശോധിച്ചാൽ, പ്രത്യേകിച്ച് നീതി ആയോഗിന്റെ കണക്കുകൾ കൂടെ ഉദ്ധരിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ മറുപടി. നീതി ആയോഗിന്റെ കണക്കുകൾ പരിശോധിച്ചാൽ കേരളത്തിലെ ദരിദ്ര നിരക്ക് എന്ന് പറയുന്നത് 0.55% മാത്രമാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും കുറഞ്ഞ നിരക്കാണിത്. എന്നാൽ അത് തെലങ്കാനയിൽ എടുത്തു കഴിഞ്ഞാൽ 5.88 അതാണ് സ്ഥിതി. സാക്ഷരതാ നിരക്ക് നോക്കിക്കഴിഞ്ഞാൽ 95.3% കേരളം. എന്നാൽ തെലങ്കാനയിൽ 76.9 മാത്രമാണ്. ശിശുമരണ നിരക്ക് നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ 1000 മാത്രമായി കുറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ ശിശുമരണ നിരക്ക് തെലങ്കാനയിൽ അമേരിക്കയിലെ പോലും 5.6 എന്ന നിരക്കിൽ എത്തിയിരിക്കുന്നു. ഈ രീതിയിൽ കണക്കുകൾ സഹിതമാണ് മറുപടി നൽകിയിരിക്കുന്നത്. ഈ രീതിയിൽ നിരന്തരമായി അദ്ദേഹത്തിന്റെ വിമർശനങ്ങളെയും പറയുന്നുണ്ട്. പെൻഷനും ശമ്പളവും നിരന്തരമായി മുടങ്ങുന്ന ഒരു സർക്കാരാണ്, ആ സർക്കാരിനെ നയിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് കേരളത്തിൽ നിന്ന് കേരളത്തെ വിമർശിക്കുന്നത്. എന്തായാലും തെലങ്കാനയിൽ നിന്ന് കേരളത്തിന് ഒന്നും പഠിക്കാനില്ല എന്നും ഈ FB പോസ്റ്റിൽ മുഖ്യമന്ത്രി മറുപടിയായി നൽകിയിരിക്കുന്നു.